പെരുമാറ്റച്ചട്ടം നിലനിൽക്കെ സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൌൺസിൽ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് നിയമനം നടത്താൻ സർക്കാർ തിരക്കിട്ട് നീക്കം. പുതിയ സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുൻപ് തിരക്കിട്ട് എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് നിയമനം നടത്താനുള്ള സർക്കാർ നീക്കം ദുരൂഹമാണ്. മാർച്ച് മാസത്തിലാണ് എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചുള്ള വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. മുഖ്യമന്ത്രി അധ്യക്ഷനായുള്ള കൌൺസിലിന്റെ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റിനെ നിയമിക്കുന്നത് സർക്കാരാണ്. സംസ്ഥാനത്തെ സർവകലാശാലകളിലും കോളേജുകളിലും ശാസ്ത്ര സാങ്കേതിക ഗവേഷണത്തിന് കേന്ദ്ര സർക്കാർ അനുവദിക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ പ്രോജക്ടുകൾ ശാസ്ത്ര സാങ്കേതിക കൌൺസിലിന്റെ ചുമതലയിലാണ് നടക്കുന്നത്. തിരുവനന്തപുരം പാലോട് ബൊട്ടാണിക്കൽ ഗാർഡൻ, വാട്ടർ റിസോഴ്സസ് സെന്റർ, വനഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ട്, നാറ്റ്പാർക്ക് തുടങ്ങിയ സ്ഥാപനങ്ങളുടെ തലവനാണ് എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ്. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ ഗവേഷണ പരിചയവും ഭരണപരിചയവും കണക്കിലെടുത്താണ് എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നത്. 40ഓളം പേർ അപേക്ഷകരായുണ്ട്. ഏപ്രിൽ മാസം 25-ാം തീയതിയാണ് ഇന്റർവ്യൂ നിശ്ചയിച്ചിരിക്കുന്നത്. 5 വർഷ കാലാവധിയിലാണ് നിയമനം. സമാന രീതിയിൽ സർക്കാർ ശുപാർശ ചെയ്ത PSC അംഗങ്ങളുടെയും ഇൻഫർമേഷൻ കമ്മീഷണറുടെയും പഞ്ചായത്ത് ഓംബുഡ്സ്മാന്റെയും നിയമനങ്ങൾ ഗവർണർ തടഞ്ഞുവച്ചിരിക്കുമ്പോഴാണ് സർക്കാർ ശാസ്ത്ര സാങ്കേതിക കൌൺസിലിന്റെ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് നിയമനം നടത്തുവാൻ തിരക്കുകൂട്ടുന്നത്. സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ ചെയർമാൻ VK രാമചന്ദ്രനെയാണ് സെർച്ച് കമ്മിറ്റിയുടെ അധ്യക്ഷനായി സർക്കാർ നിശ്ചയിച്ചിരിക്കുന്നത്. സർക്കാരിന്റെ താൽപര്യം സംരക്ഷിക്കുന്നതിന് VC നിയമനങ്ങൾക്കുള്ള സെർച്ച് കമ്മിറ്റിയിൽ സ്ഥിരമായി പ്രതിനിധീകരിക്കുന്ന വ്യക്തിയെ തന്നെ വിവാദ ഇന്റർവ്യൂ ബോർഡിന്റെ അധ്യക്ഷനായി നിയോഗിച്ചത് ആസൂത്രിതമായാണെന്ന് ആക്ഷേപമുണ്ട്. ശാസ്ത്രജ്ഞരല്ലാത്ത പ്ലാനിംഗ് ബോർഡ് ചെയർമാനും ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി VC ഡോക്ടർ സജി ഗോപിനാഥും മെഡിക്കൽ ഡോക്ടറായ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിയും ചേർന്നുള്ള സമിതിയെ സയൻസ് ആൻഡ് ടെക്നോളജി കൌൺസിലിന്റെ തലവനായ ഒരു ശാസ്ത്രജ്ഞനെ തിരഞ്ഞെടുക്കുവാനുള്ള ഇന്റർവ്യൂ ബോർഡിലേക്ക് നിയോഗിച്ചതിൽ അനൌചിത്യമുണ്ട്. VC പദവിക്ക് സർക്കാർ ഗവർണറോട് ശുപാർശ ചെയ്തിരുന്ന വ്യക്തിയെ നിയമിക്കുന്നതിന് വേണ്ടിയാണ് സർക്കാർ തിരക്കിട്ട് ഇന്റർവ്യൂ നിശ്ചയിച്ചതെന്ന് ആരോപണമുണ്ട്. പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതുകൊണ്ട് ഏപ്രിൽ 25-ന് നടത്താൻ നിശ്ചയിച്ചിരിക്കുന്ന ഇന്റർവ്യൂ മാറ്റിവെക്കണമെന്നാവശ്യപ്പെട്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകി.